ഇന്നലെ ഒരു അഖിലേന്ത്യാ പണിമുടക്ക് നടത്തി. അപ്പോൾ ഇത് കേരളത്തിലുള്ളവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഇങ്ങനെ ഒരു പണിമുടക്കുള്ളതായിട്ട് പോലും ആരും അറിഞ്ഞില്ല. അതുമാത്രമല്ല, കേരളത്തിലുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് എന്തിനാണ് ഈ പണിമുടക്ക് നടത്തിയതെന്ന് പോലും അറിയില്ല. ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യുന്നവരെ കൂടി ജോലി ചെയ്യിക്കാതെ ഉള്ള സംഘടനകളുടെ ആ ഒരു തീരുമാനമാണ് ഇന്നലെ നടപ്പാക്കിയത്. എങ്ങനെ കാണാം അതിനെ? ഇന്നലത്തെ പണിമുടക്ക് അത് ഭാരത ബന്ദ് എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും അത് വെറും ഒരു കേരള ബന്ദ് മാത്രമായി ചുരുങ്ങുകയായിരുന്നു. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ ആ ബന്ദിന് മുൻപിൽ കൊടിയുമായി നടന്നവർക്ക് പോലും അതേക്കുറിച്ച് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെ നടന്ന ആ പണിമുടക്ക് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെയൊക്കെ ഗുണ്ടായിസത്തിൻ്റെ, തൊഴിലാളി വിരുദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയാണ് അവർ താറുമാറാക്കിയത്. ദിവസക്കൂലിക്ക് ജോലിക്ക് പോയി അത് കൊണ്ടുവന്ന് അന്നം ഊട്ടുന്ന ആ സാധാരണക്കാരായ മനുഷ്യരെയാണ്, സാധാരണക്കാരായ തൊഴിലാളികളെയാണ് അവർ ബുദ്ധിമുട്ടിലാക്കിയത്. അല്ല, അത് കുറച്ച് കാലമായിട്ട് അതിൽ യാതൊരു സംശയവും അതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ഇത് കുറേ കാലങ്ങളായിട്ട് ഈ തൊഴിലാളി പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്ഥാനം, അതായത് കശുവണ്ടി തൊഴിലാളികളെയും ബീഡി തൊഴിലാളികളെയും കയർ തൊഴിലാളികളെയും ചുമട്ട് തൊഴിലാളികളെയും ഒക്കെ ഉൾപ്പെടെ കൂട്ടിച്ചേർത്ത് ഞങ്ങൾ തൊഴിലാളികളുടെ സമഗ്രമായ ജീവിത പുരോഗതിക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നൊരു പാർട്ടി എന്ന് പ്രഘോഷിച്ചുകൊണ്ട് വന്ന ആ പ്രസ്ഥാനം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? നോക്കൂ, ചുമട്ട് തൊഴിലാളികൾ ഇന്ന് അവരെ ഏത് നിലയിൽ എത്തിച്ചിരിക്കുന്നത്? ഒന്നാമത് ഗുണ്ടകളാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ കയർ തൊഴിലാളികൾ, അതുപോലെ കശുവണ്ടി തൊഴിലാളികൾ, അവരൊക്കെ അരപ്പട്ടിണിയല്ല, ഏതാണ്ടൊക്കെ മുഴുപട്ടിണിയിലെന്ന് തന്നെ പറയാം. 800ഓളം കശുവണ്ടി ഫാക്ടറികളുണ്ടായിരുന്നു. ഇന്നത് ഏതാണ്ട് 100 മാത്രമായിരിക്കുന്നു. കയർ മേഖലയിൽ തൊഴിലില്ല. 100 ദിവസം തൊഴിൽ കൊടുക്കാം എന്ന വാഗ്ദാനം പോലും നിറവേറ്റാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇവിടെ PF, ESI, അതുപോലെ ഈ അധ്യാപകർ അല്ലെങ്കിൽ സർക്കാർ രംഗത്തൊക്കെ ഉള്ളവർക്ക് എത്രയോ മാസങ്ങളായിട്ട് അവരുടെ DA, അവരുടെ കുടിശ്ശിക കൊടുത്തിട്ടില്ല. അതിന് ഏതാണ്ട് 10,000 കോടി വേണം. എന്തു പറയാനാണ്? കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അരി പോലും വിതരണം ചെയ്യാൻ, റേഷൻ കട വഴി വിതരണം ചെയ്യാൻ നിവൃത്തിയില്ലാതെ ദാരിദ്ര്യത്തിലേക്ക് കുത്തിയിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്നലെ കോടികളുടെ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് ഒരു പണിമുടക്കിലേക്ക് വെറുതെ BJPയെ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് അപഹസിക്കുക, എന്തെങ്കിലും മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട്, അതായത് BJPയുടെ നേതൃത്വത്തിലുള്ള ഭാരതം, ഈ രാജ്യം ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിക്കുമ്പോൾ, നമ്മൾ ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ ഇക്കോണമി ഒരു 10ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ 4ാം സ്ഥാനത്താണ്. അവിടുന്ന് 3ാം സ്ഥാനത്തേക്ക് നമ്മൾ ഉയരുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ലോക രാജ്യങ്ങൾക്കൊക്കെ മുൻപിൽ ഇപ്പം മോദിജി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയിരിക്കുന്ന സമയം, വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള വിവിധ തരത്തിലുള്ള വ്യാപാര വാണിജ്യ കരാറ് ഉറപ്പിക്കുന്ന സമയം, അപ്പോൾ ഇവിടെ ഈ രാജ്യത്ത് ഇതൊന്നും ശരിയല്ല, ഇവിടെയൊക്കെ ദാരിദ്ര്യമാണ്, ഇവിടുത്തെ സർക്കാർ തൊഴിലാളി വിരുദ്ധരാണ് എന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്, എന്ന് കാണിക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള ഒരു ഗിമ്മിക്ക് മാത്രമായിരുന്നു. അതൊരു വമ്പൻ പരാജയമായി, അതൊരു പണിമുടക്കിൻ്റെ അർത്ഥത്തിൽ. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായ ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകളുടെ വയറ്റത്തടിക്കുന്നതായിരുന്നു ഇന്നലെ നടത്തിയ പണിമുടക്ക്. മറ്റൊന്ന്, നമ്മളിതൊക്കെ പറയുമ്പോഴും ഈ പൊതുമേഖലകളൊക്കെ സ്വകാര്യവൽക്കരിക്കുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സുരക്ഷിതത്വം, തൊഴിലാളികളുടെ ജോലി സുരക്ഷ, ഇതൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതൊരു പ്രാധാന്യമർഹിക്കുന്ന ഘടകമല്ലേ? ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ ഉദ്ദേശിച്ചത് കേന്ദ്രത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ചാണോ? ഈ സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പലതരത്തിൽ നടക്കുന്നുണ്ടല്ലോ. പല സംവിധാനങ്ങളും, പല പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം സ്വകാര്യവൽക്കരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ BSNL വന്നു, ഇനിയിപ്പോൾ ഇത് അടുത്ത ESIകൾ വരാൻ പോകുന്നു, പിന്നെ റെയിൽവേ അടക്കം ആ രീതിയിലുള്ള ഭീഷണികളുണ്ടല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. അതിനു മുൻപ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഇവിടുത്തെ സർക്കാർ കേന്ദ്ര സർക്കാർ പൊതുമേഖല സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്നു, സ്വകാര്യവൽക്കരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. ഈ രാജാവിൻ്റെ കാലം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഒരു 51 വലിയ വ്യവസായങ്ങളുണ്ടായിരുന്നു. എവിടെ പോയി ആ വ്യവസായങ്ങൾ? ആ വ്യവസായങ്ങളിൽ പരമ്പരാഗത വ്യവസായങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എല്ലാം പൂട്ടിക്കെട്ടിപ്പോയല്ലോ.
അവരാണോ ഇപ്പോൾ കേന്ദ്രത്തെ പഴിക്കുന്നത്? പിന്നെ മറ്റൊരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ പണി എന്ന് പറയുന്നത് വ്യവസായം നടത്തുക, ഇൻഡസ്ട്രി റൺ ചെയ്യുക എന്നതല്ല. പക്ഷേ ഒരു വ്യവസായം തുടങ്ങാൻ, അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ, അതിനെ വളർത്തുവാൻ, അതിനെ ആഭ്യന്തര മാർക്കറ്റിലും വിപണിയിലും മറ്റേ എക്സ്പോർട്ടിങ്ങിലേക്കും ഒക്കെ പാകത്തിന് അതിനെ വളർത്തുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. അത് ഫണ്ടിങ് ആകട്ടെ, ടെക്നോളജി വൈസ് ആവട്ടെ, വിപണിയാവട്ടെ, അത്തരം കാര്യങ്ങളിൽ പോളിസി മേക്കിംഗ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദ പോളിസി മേക്കിംഗ് ആവട്ടെ, അത്തരം കാര്യങ്ങൾക്കെല്ലാം വേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്വം അതിഭംഗിയായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നുണ്ട്. പിന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നോക്കൂ, നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ് മേക്കിംഗ് ഒരു ഹബ്ബായി മാറിയിരിക്കല്ലേ. അതായത് ഷിപ്പുകളെ മെയിൻ്റനൻസ് നടത്തുന്നതൊക്കെ ഉൾപ്പെടെ ഇറ്റ് ഹാസ് ബിക്കം എ വേൾഡ് ഹബ്. നമ്മുടെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും എടുത്തു നോക്കൂ, അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഷെയറുകൾ വിറ്റഴിക്കുന്നുണ്ടെങ്കിൽ, അതിനെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്വകാര്യവൽക്കരിക്കുന്നുണ്ടെങ്കിൽ അത് ബെറ്റർമെൻറ്റിന് വേണ്ടി മാത്രമാണ്, ശാക്തീകരണത്തിന് വേണ്ടി മാത്രമാണ്. പ്രധാനമന്ത്രി പലപ്പോഴും വിദേശ രാജ്യങ്ങളടക്കം സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ ഇതിൻ്റെ ആവശ്യങ്ങൾ പലതുണ്ട്. ഇപ്പോൾ കർഷകർക്കടക്കമുള്ള കർഷക ദ്രോഹ നടപടികളടക്കം ഇതിൽ വരുന്നുണ്ട്. അതെല്ലാം ഇതിനകത്ത് ചേർത്തുകൊണ്ടാണ് BMS ഒഴികെയുള്ള സംഘടനകളെല്ലാം ചേർന്ന് സമരത്തിന് ആഹ്വാനം ചെയ്തത്. പക്ഷേ അതിനെ ഒന്ന് അഭിസംബോധന ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൽ മാറ്റങ്ങൾ വരും, ഞങ്ങൾ ഇതിൻ്റെ ഒരു ഘട്ടം എത്തി എന്ന് പറയാൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അല്ല, ഇത് യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിലരിങ്ങനെ മുറവിളി കിട്ടുമ്പോൾ അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യം പ്രധാനമന്ത്രിക്കില്ല. പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്നലത്തെ പണിമുടക്ക്, അത് 4 ലേബർ കോഡുകളാണ് പുതിയതായി വന്നിരിക്കുന്നത്. 2020 വന്നതാണ്. ഒന്ന് ആലോചിക്കുക, ആ ലേബർ കോഡുകൾ 2020 പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ കേരളത്തിലെ ഈ സർക്കാർ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഇവിടെ നിയമം പാസ്സാക്കിയതാണ്, ഇവിടെ റൂള് കൊണ്ടുവന്നതാണ്. അതിന് ഏറ്റവും നല്ല ഒരു കോഡ് എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷ, സോഷ്യൽ സെക്യൂരിറ്റി കോഡാണ്. അതായത് അസംഘടിത മേഖലയിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നത്. അവർ ദിവസക്കൂലിക്ക് പോകും, കിട്ടുന്നത് കൊണ്ട് കുടുംബം നോക്കും. നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നാൽ, എന്തെങ്കിലും അസുഖം വന്നാൽ അതോടെ തീർന്നു, അവരുടെ മുൻപോട്ടുള്ള ജീവിതം അതുകൊണ്ട് അവസാനിക്കുകയാണ്. പക്ഷേ ഈ സോഷ്യൽ സെക്യൂരിറ്റി കോഡിലൂടെ ഉദ്ദേശിക്കുന്നത് PF, ESI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്ന് വെറും അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ വെറും 7% ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ 100% ജീവനക്കാർക്ക്, 100% തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് അസംഘടിത മേഖലയിലെ തൊഴിലാളികളിലേക്ക് എത്തിക്കുക എന്ന വളരെ ബൃഹത്തായ, തികച്ചും മാനവികതയെ ഉദ്ഘോഷിക്കുന്ന, തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന, അതായത് സബ്കാ സാത്ത് എന്ന് പറയുന്ന മുദ്രാവാക്യമുണ്ടല്ലോ, അതിനെ പൂർണ്ണമായും അർത്ഥവത്താക്കുന്ന ഒരു പുതിയ നിയമ ഭേദഗതിയാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്നത്. ഇത് 2ാം തൊഴിൽ നിയമം 1952 വന്നപ്പോൾ തന്നെ അക്കാലത്ത് തന്നെ യഥാർത്ഥത്തിൽ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് വലിയൊരു ചർച്ച നടന്നിരുന്നു. അതിനുശേഷം 2002 ഈ തൊഴിൽ നിയമങ്ങളെ എല്ലാം ചേർത്തുകൊണ്ട് അതിനെ ക്രോഡീകരിച്ച് ഒരു 4 കോഡുകളാക്കി മാറ്റണം എന്നൊരു നിർദ്ദേശം അന്നേ വന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മോദി സർക്കാർ ഇത്തരത്തിലുള്ള നിയമങ്ങൾ, പുതിയ നിയമങ്ങൾ, അത് തൊഴിൽ മേഖലയുടെ തൊഴിലാളികളുടെയൊക്കെ പൂർണ്ണമായ സുരക്ഷിതത്വത്തിനും ഉന്നമനത്തിനും അവരുടെ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.